So good morning everyone. Today we are going to discuss about summation based on exponential series including the sine and cosine series. So in this topics we are having main formulas. First we are having e raised to x. E raised to x is exponential function. The e raised to x is equal to 1 plus x square by 2 factorial plus x cube by 3 factorial plus x raised to 4 by 4 factorial plus x is e raised to minus x എന്ന് പറയുമ്പം എക്സിന് പകരം മൈനസ് എക്സ് കൊണ്ട് റിപ്ലേസ് ചെയ്യുമ്പോൾ കിട്ടുന്ന 1 മൈനസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ മൈനസ് എക്സ് ക്യൂ ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് എക്സ് റേസ് ടു 4 ബൈ 4 ഫാക്ടോറിയൽ. ഓക്കെ, സോ ഈ രണ്ട് ഫോർമുലാസ് ഓർത്തിരിക്കണം. അതേപോലെ തന്നെ നമുക്ക് സൈനും കൊസൈൻ്റെ ഫോർമുലാസ് ഓർത്തിരിക്കണം. സോ നിങ്ങൾ ഓൾറെഡി പഠിച്ചിരിക്കുന്ന ഫോർമുലയാണ് cos hx. Cos hx എന്ന് പറഞ്ഞാൽ എന്താ? What is cos hx? It is the hyperbolic cosine function is cos hx. അപ്പോൾ അതിൻ്റെ വാല്യൂ നമ്മളിങ്ങനെ ഓൾറെഡി പഠിച്ചതാണ്. e raised to x plus e raised to minus x by 2. Cosine, hyperbolic cosine ഫംഗ്ഷൻ്റെ വാല്യൂ e raised to x plus e raised to minus x by 2. ഹൈപ്പർബോളിക് സൈൻ ഫംഗ്ഷൻ്റെ വാല്യൂ e raised to x minus e raised to minus x by 2. അപ്പോൾ ഈ രണ്ട് വാല്യൂസ് നമ്മൾ സം ചെയ്ത് ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സീരീസ് ആണ് 1 പ്ലസ് എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് എക്സ് റേസ് ടു 4 ബൈ 4 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര. അപ്പോൾ ഈ ഫോർമുലാസ് എല്ലാം നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം. ഇ റേസ് ടു എക്സ്, ഇ റേസ് ടു മൈനസ് എക്സ്, കോസ് എച്ച് എക്സ്, സൈൻ എച്ച് എക്സ്, സൈൻ എക്സ്. സൈൻ എക്സിൻ്റെ വാല്യൂ ഇങ്ങനെയാണ്. സൈൻ എക്സ് ഇസ് ഈക്വൽ ടു sin x is equal to x minus x cube by 3 factorial plus x raised to 5 by 5 factorial. In the same way, cos x is equal to 1 minus x square by 2 factorial plus x raised to 4 by 4 factorial. ഇപ്പോൾ പറഞ്ഞ 6 ഫോർമുലേസ് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് വെച്ചാലേ നിങ്ങൾക്ക് ഈ ഒരു കംപ്ലീറ്റ് ഈ ഒരു ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ നേരത്തെ യൂസ് ചെയ്ത അതേ പ്രൊസീജിയറാണ്. കൊസൈൻ ടേംസിൽ കിടക്കുകയാണെങ്കിൽ സൈൻ ടേംസ് ഫൈൻഡ് ചെയ്യും, സീന്ന് ഡിനോട്ട് ചെയ്യുക. കൊസൈൻ ടേംസ് തന്നിരിക്കുന്നെങ്കിൽ നമ്മൾ അതിനെ സീന്ന് ഡിനോട്ട് ചെയ്യും, സൈൻ ടേംസ് ഫൈൻഡ് ചെയ്യുക, അസ്യൂം ചെയ്യുക, എന്നിട്ട് 2c പ്ലസ് ഐ എസ് ഫൈൻഡ് ചെയ്യണം. ഓക്കെ, ആ പ്രൊസീജിയർ എല്ലാം സെയിം ആണ്. ദീസ് ഫോർമുലാസ് ഓരോ ടോപ്പിക്കിലെയും ഫോർമുല സീരീസിൻ്റെ ഫോർമുലാസ് ഡിഫറെൻ്റ് ആണ്. അത് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്തേ പറ്റും. ഓക്കെ, സോ ഫൈൻഡ് വി ആർ ഹാവിങ് എ ഫസ്റ്റ് പ്രോബ്ലം. Find the sum of the following series to infinity. Cos x sin x plus 1 by 2 factorial, cos square x sin 2x plus 1 by 3 factorial, cos cube x sin 3x plus etc. We can see that ഇവിടെ 1 by 2 factorial, 1 by 3 factorial, ഇവിടെ എന്താ 1 by 1, 1 by 2, 1 by 3, 1 by 4 etc. ആ ഒരു ഫാക്ടോറിയൽ. ഓക്കെ, അപ്പോൾ അത് ഏത് ഫോമാണ് വരുന്നത്? നിങ്ങൾക്ക് കാണാം നമ്മുടെ എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ്റെ കേസിൽ 1 പ്ലസ് എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ എക്സ് ക്യൂ ബൈ 3 ഫാക്ടോറിയൽ താഴെ ഡിനോമിനേറ്ററിൻ്റെ അകത്ത് 2 ഫാക്ടോറിയൽ 3 ഫാക്ടോറിയൽ 4 ഫാക്ടോറിയൽ കിടക്കുകയാണെങ്കിൽ അതായത് കണ്ടിന്യൂസ് 2 3 4 1 2 3 4 അല്ല, അതായത് 1 ഫാക്ടോറിയൽ 2 ഫാക്ടോറിയൽ 3 ഫാക്ടോറിയൽ 4 ഫാക്ടോറിയൽ അങ്ങനെ കിടക്കുകയാണെങ്കിൽ ഓൾവേസ് റിമെമ്പർ ദാറ്റ് വി ആർ ഗോയിങ് ടു യൂസ് ഈ 6 ഫോർമുല അല്ല, ഈ 2 ഫോർമുലയിൽ ഏതെങ്കിലും ഒന്നാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇവിടെ എല്ലാം പ്ലസ്, ഇടയ്ക്കെല്ലാം പ്ലസ് കിടക്കുകയാണെങ്കിൽ ഈ റേസ് ടു എക്സിന്റെ ഫോർമുല ആയിരിക്കും. ഇടയ്ക്ക് മൈനസും പ്ലസും ഓൾട്ടർനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ യു വിൽ ബി യൂസിങ് ഈ റേസ് ടു മൈനസ് എക്സ് ഫോർമുല. അപ്പം ഈ ക്വസ്റ്റ്യൻ കാണുമ്പോഴേ നിങ്ങൾക്ക് അറിയാൻ പറ്റണം ഏത് ഫോർമുല നിങ്ങൾ യൂസ് ചെയ്യുന്നുള്ളത്. അപ്പം അല്ല, cos x plus I sin x. n theta plus I sin n theta. അല്ല, cos x plus I sin x എന്താണ്? e raised to ix. What is our De Morgan's theorem? De Morgan's theorem എന്ന് പറയുമ്പോൾ it is not De Morgan, I think. Right, it is De Morgan's theorem, right? Cos x plus I sin x എന്ന് പറയുമ്പോൾ എന്താണ്? e raised to ix.
അപ്പം ഇതിന് പകരം ഇ റേസ് ടു ഐ എക്സ് എന്ന് കൂട്ടി ചെയ്തു. വാട്ട് ഈസ് കോസ് ടു എക്സ്? ഇവിടെ കോസ് ടു എക്സ് പ്ലസ് ഐ സൈൻ ടു എക്സ് എന്താണ്? ഇവിടെ എക്സിന് പകരം ഇവിടെ എക്സ് ആണ്. അപ്പൊ ഇ റേസ് ടു ഐ എക്സ്. അപ്പൊ ഇവിടെ എക്സിന് പകരം എന്താ കിടക്കുന്നത്? 2x അല്ലേ? അപ്പൊ ഇവിടെ എന്തായിരിക്കും? ഇ റേസ് ടു ഐ 2x. ഈ ഫോർമുല നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഒരിക്കൽ കൂടി ഒന്ന് പറയാം. അത് ഡി മോർഗസ് തിയറം അല്ലല്ലോ. What is the theorem then? It is De Morgan's theorem. De Morgan's theorem, right? It is De Morgan's theorem. No, I don't have the text now. That is De Morgan's theorem. De Morgan's theorem അല്ലേ നിങ്ങൾ പഠിച്ചിരിക്കുന്നത്? അല്ല മിസ്, 2 കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ ടു ദ പവർ n ആണ് മോർഗസ് തിയറം. അത് തന്നെ ഇത്. ആക്ച്വലി ഐ വിൽ ഷോ യു ഹൗ ഇറ്റ് ഈസ്. കോസ് തീറ്റ പ്ലസ് നിങ്ങൾ പറയാൻ റൈറ്റ്. കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ ടു ദ പവർ n ആണ്. Because I don't remember the name of that formula anyway. Okay. Cos theta plus I sin theta to the power n is equal to cos n theta plus I sin n theta. This formula itself, we are deriving this. Cos theta plus I sin theta to the power n is so cos 2x plus I sin 2x എന്താണ്? What is cos 2x plus I sin 2x? E raised to I 2x. In the same way, what is cos 3x plus I sin 3x? E raised to I 3x. Okay, etc. So now next we can see that ഇനിയിപ്പോൾ ഈ ഒരു ലൈൻ നമുക്ക് നോക്കാം. 1 plus cos x e raised to I x plus 1 plus 2 factorial cos square x e raised to I 2x plus 1 by 3 factorial cos cube x. അപ്പം ഇനി നിങ്ങൾ ഓർക്കേണ്ട കാര്യം, നമ്മൾ ആദ്യം ഞാൻ പറഞ്ഞില്ലേ, അതായത് നമ്മുടെ ഒരു ഗിവൻ സീരീസിന്റെ ഫോം എന്ന് പറയുന്നത് ഏത് ഫോം ആയിരുന്നു? ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ഫോർമുല എന്താണ്? ഇ റേസ് ടു എക്സിന്റെ ഫോർമുലയാണ്. ഇ റേസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? What is e raised to x? E raised to x is equal to 1 plus x plus x square by 2 factorial plus x cube by 3 factorial x cube by 3 factorial plus x raised to 4 by 4 factorial, etc. So this is our e raised to x. So this is our e raised to x. Okay. So നമ്മൾ ഈ ഒരു ഫോർമുല യൂസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു. സോ യു ഹാവ് ടു നോട്ട് ദിസ് ഫോർമുല ഫസ്റ്റ് ഇറ്റ്സെൽഫ്. അപ്പോൾ ഈ ഒരു ഫോമിൽ നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് ഈ ഫോർമുല ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന സീരീസിന്റെ ഫോം എന്ന് പറയുന്നത് 1 പ്ലസ് കോസ് എക്സ് എന്തായിരുന്നു? നോട്ട് ഹിയർ ദിസ് വൺ, റൈറ്റ്? 1 plus cos x e raised to ix plus 1 by 2 factorial. Let me write down. So listen here. Here we are having 1 plus cos x e raised to ix plus cos square x by 2 factorial e raised to I 2x, etc. ഈ ഒരു ഫോമാണ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് ഈ ഒരു ഫോർമുല ഇവിടെ അപ്ലൈ ചെയ്യണം. അപ്പോൾ എങ്ങനെ അപ്ലൈ ചെയ്യും? Can anyone tell? ഇവിടെ 1ന് പകരം 1 ആണ്. എക്സിന് പകരം ഇവിടെ എന്താ കിടക്കുന്നത്? What is instead of x we are having?
Instead of x, we are having cos x e raised to ix. X square എന്ന് പകരം x square എന്ന് പറയുമ്പോൾ cos square x e raised to I 2x, right? Divided by 2 factorial. അതേപോലെ ഇവിടെ cos q x e raised to I 3x by 3 factorial etc. എന്ന് വരും. Okay. So what is the value of this? Can anyone tell me what is the value of this? So we are getting e raised to cos x e raised to ix, right? So e raised to ix എന്ന് പറയുമ്പം എന്താ വാല്യൂ കിട്ടുന്നത്? e raised to ix എന്ന് പറയുമ്പോൾ cos x plus I sin x എന്ന് കിട്ടി. Now we can നമുക്കിതിന് റിയലും ഇമാജിനറി പാർട്ടും ഫൈൻഡ് ചെയ്യാനായിട്ട് നമ്മളിത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? e raised to cos square x into e raised to I cos x sin x എന്ന് കിട്ടും. So e raised to cos square x എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. കോൺസ്റ്റന്റ് എന്ന് പറയാം, റൈറ്റ്? ഇറ്റ്സ് നോട്ട് എ കോൺസ്റ്റന്റ് വാല്യൂ, ബട്ട് സ്റ്റിൽ യു ക്യാൻ ടേക്ക് ദിസ്. അത് റിയൽ വാല്യൂ ആണ്, റൈറ്റ്? റിയൽ വാല്യൂനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. സെപ്പറേറ്റ് ചെയ്തിട്ട് നമുക്ക് പിന്നെയും നമ്മുടെ മോട്ടീവ് എന്താണ്? ആ മോട്ടീവ് ഇസ് ടു ഫൈൻഡ് ദ റിയൽ ആൻഡ് ഇമാജിനറി പാർട്ട് ഫൈൻഡ് ചെയ്യണം. ഓക്കെ. അപ്പൊ അതിനായിട്ട് നമ്മൾ മാക്സിമം ഐ ഇല്ലാത്ത ടേംസ് നമ്മളെല്ലാം അങ്ങ് പുറത്തെടുക്കുക. ഐ ഇല്ലാത്ത ടേംസ് പുറത്തെടുക്കുമ്പോൾ നമുക്ക് അത്രയും എളുപ്പമാണ് റിയൽ ഇമാജിനറി പാർട്ടും ഫൈൻഡ് ചെയ്യാനായിട്ട്. സോ ഇ റേസ് ടു കോസ് സ്ക്വയർ എക്സ് ഇൻറ്റു ഇ റേസ് ടു ഐ കോസ് എക്സ് സൈൻ എക്സ് എന്ന് വരും. ഓക്കെ. ഹിയർ വി ക്യാൻ സീ ദാറ്റ് ഈ ഫസ്റ്റ് ടേം ഏതായാലും ഇ റേസ് ടു കോസ് സ്ക്വയർ എക്സ് എന്തായാലും അങ്ങനെ തന്നെ കിടക്കും. നമുക്ക് റിയൽ ആൻഡ് ഇമാജിനറി പാർട്ട് വേണമെങ്കിൽ എ പ്ലസ് ഐ ബി ഫോമിൽ വേണം, അല്ലെങ്കിൽ സി പ്ലസ് ഐ എസ് ഫോമിൽ വേണം. അപ്പൊ ഇവിടെ നമുക്ക് കാണാം ഐ ഉള്ള ടേംസ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്ത് ഇനിയും ഫൈൻഡ് ചെയ്യാം. സോ ഇവിടെ ഐ ഉള്ള ടേം എന്ന് പറയുമ്പോൾ എന്താണ്? ഇ റേസ് ടു ഐ കോസ് എക്സ് പ്ലസ് സൈൻ എക്സ്, സോറി, ഇ റേസ് ടു ഐ കോസ് എക്സ് ഇൻറ്റു സൈൻ എക്സ്. ഓക്കെ. Again we can see that this is of the form e raised to ix ന്റെ ഫോമിലാണ് കിടക്കുന്നത്. ഇവിടെ x ന് പകരം എന്താണ്? cos x sin x. അപ്പൊ again we are applying the same formula. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ഫോർമുല e raised to ix ന്റെ ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? cos x plus I sin x അല്ലേ? x ന് പകരം cos x sin x, sin cos x sin x. Okay. Now here we can see that this is the real part. റിയൽ പാർട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? വാട്ട് ഈസ് ദ റിയൽ പാർട്ട്? ഇത് ഈ വെളി കിടക്കുന്നത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വി ഗെറ്റ് ദ റിയൽ പാർട്ട്, റൈറ്റ്? അതേപോലെ വാട്ട് ഈസ് ദ ഇമാജിനറി പാർട്ട് വി ആർ ഗെറ്റിംഗ് ഹിയർ? ഇമാജിനറി പാർട്ട് എന്താണ്? ഇവിടുത്തെ ഇതും ഇതുകൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വി ഗെറ്റ് ദ ഇമാജിനറി പാർട്ട്. സോ റിയൽ പാർട്ട് ഈസ് ദിസ് ഈസ് ദ റിയൽ പാർട്ട്, ദിസ് ഈസ് ദ റിയൽ പാർട്ട്, റൈറ്റ്? ഇതാണ് റിയൽ പാർട്ട്. ഇമാജിനറി പാർട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ഐയുടെ കൂടെ കൊഫീഷ്യന്റ് വരുന്നതാണ് ഇമാജിനറി പാർട്ട്. നമുക്ക് ഇവിടെ റിയൽ പാർട്ടാണോ ഇമാജിനറി പാർട്ടാണോ ഫൈൻഡ് ചെയ്യേണ്ടത്? So next problem. Show that the sum of the infinite series c sine theta by 1 factorial plus c cube sine 3 theta by 3 factorial plus c raised to 5 sine 5 theta by 5 factorial is equal to this. അപ്പോൾ ഇത് ഞാനൊന്ന് വേഗം ഒന്ന് പറഞ്ഞു പോവാം. നിങ്ങൾ ആദ്യം ഇത് പറഞ്ഞു, അതായത് ഇത് എസ് ആണോ സി ആണോ തന്നിരിക്കുന്ന സീരീസ്? എസ് ആണോ സി ആണോ തന്നിരിക്കുന്നത്? S is equal to c sine theta by 1 factorial plus c cube sine 3 theta by 3 factorial plus c raised to 5 sine 5 theta by 5 factorial. ഇനിയും c ഫൈൻഡ് ചെയ്യാണ്. വി ആർ ഗോയിങ് ടു ഫൈൻഡ് c. പിന്നെ ഇത് ഒരു കാര്യമുണ്ട്, അതായത് ഞാൻ ഏത് ഫോർമുല ആയിരിക്കും ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്? അത് നിങ്ങളൊന്ന് നോക്കി പറയാമോ? വിച്ച് ഫോർമുല ഏതാ യൂസ് ചെയ്യാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് ആ കൊഫീഷ്യന്റ് കാണുമ്പോൾ അറിയാം. അതായത് നിങ്ങൾക്ക് അറിയാം 1/1 ഫാക്ടോറിയൽ, 1/3 ഫാക്ടോറിയൽ, 1/5 ഫാക്ടോറിയൽ എക്സെട്ര. ഇവിടെ ഇപ്പം 1 3 5, അടുത്തത് 7 ആയിരിക്കും. അപ്പൊ ഇതിൽ ഏത് ഫോർമുല ആയിരിക്കും യൂസ് ചെയ്യാൻ പോകുന്നത്? ഡിനോമിനേറ്ററിൽ 1 3 5 പോവാണെങ്കിൽ which formula will you be using? So we'll be using sin hx formula because the coefficient terms match ചെയ്യുന്നുണ്ടല്ലോ. 1 factorial, 3 factorial, 5 factorial etc. right? അതേപോലെ ഇവിടെ പ്ലസ് ആണെങ്കിൽ മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടെ ഓൾട്ടർനേറ്റീവ് മൈനസ് പ്ലസ് ആണെങ്കിൽ ഇറ്റ് ഈസ് സൈൻ എക്സ്. ഓക്കെ. നമുക്കിവിടെ ഓൾട്ടർനേറ്റീവ് പ്ലസ് ആണോ മൈനസ് ആണോ നോക്കാമല്ലോ നമുക്ക്. ഇവിടെ എല്ലാം പ്ലസ് ആണ്. ദാറ്റ് മീൻസ് വിൽ ബി യൂസിങ്
the sine hx ഫോർമുല. ഓക്കെ, സൈൻ. അപ്പം നിങ്ങൾ ആദ്യം സൈൻ എച്ച് എക്സിന്റെ ഫോർമുല എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി സൈൻ എച്ച് എക്സ് ഫോർമുല യൂസ് ചെയ്യുന്നു. സോ ഹിയർ വൺ മോർ തിങ്. ഇപ്പം ഇതുപോലെ ഫാക്ടോറിയൽസ് ഈവൻ ഓഡിന്റെ നമ്പേഴ്സ് വരുമ്പം നമ്മുടെ ഫോർമുല എന്താണ്? സൈൻ എച്ച് എക്സിന്റെ ഫോർമുല ഒന്ന് നോക്കാം. ലെറ്റ് us see. ആ ഫോർമുല നോട്ട് ചെയ്തിട്ട് വേണം നമുക്ക് സി അസ്യൂം ചെയ്യുമ്പോൾ 1 വേണോ വേണ്ട എന്ന് അസ്യൂം ചെയ്യും. സൈൻ എച്ച് എക്സ് ഇസ് ഈക്വൽ ടു ദിസ്. അപ്പം ഇവിടെ നമുക്ക് 1ന്റെ ആവശ്യമുണ്ടോ? എക്സ് പ്ലസ് എക്സ് ക്യൂ ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് എക്സ് റേസ് ടു 5 ഫാക്ടോറിയൽ എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഡു വി റിക്വയർ എ 1 ഹിയർ? ഇവിടെ നമുക്ക് 1ന്റെ ആവശ്യം വരത്തില്ല. കാരണം എന്താ? സി നമ്മൾ അസ്യൂം ചെയ്യുമ്പോൾ വി ഡു നോട്ട് യൂസ് 1. കാരണം നമ്മുടെ ഫോർമുലയ്ക്കകത്ത് 1 പ്ലസ് ഒന്നും കിടപ്പില്ല. സപ്പോസ് ഇപ്പൊ നമ്മളിങ്ങനെ നോക്കാമെങ്കിൽ ഇവിടെ കോസിൻ, സപ്പോസ് കോസ് എക്സിന്റെ ഫോർമുല യൂസ് ചെയ്യുന്നെങ്കിൽ ഇവിടെ ഒരു 1 വരുന്നുണ്ട്, റൈറ്റ്? അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ ഒരു സി അസ്യൂം ചെയ്യുമ്പോൾ 1 ആഡ് ചെയ്യും. അങ്ങനെയാ വരിക. ഓക്കെ, സോ ഇവിടെ നമുക്ക് 1 പ്ലസ് ഈ സൈൻ എച്ച് എക്സും സൈൻ എക്സും ഒക്കെ വരുമ്പോൾ നമുക്ക് 1 ആഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. സോ ഇറ്റ് ഈസ് എസ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ സി എന്തായിരിക്കും? സി ഇസ് ഈക്വൽ ടു സി കോസ് തീറ്റ ബൈ 1 ഫാക്ടോറിയൽ പ്ലസ് സി ക്യൂബ് കോസ് 3 തീറ്റ ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് സി റേസ് ടു 5 cos 5 theta by 5 factorial. Now what is our next step? C plus is find ചെയ്യുക. C plus is എന്ന് പറയുമ്പം C plus is അല്ലേ? അപ്പം C plus is എന്ന് പറയുമ്പോൾ ഈ രണ്ട് ടേം ഒരുമിച്ച് എഴുതും, ഈ രണ്ട് ടേം ഒരുമിച്ച് എഴുതുക, ഈ രണ്ട് ടേം. അപ്പം എന്ത് കിട്ടി? രണ്ട് ടേമിലും കോമൺ എന്താണ്? C by 1 ഫാക്ടോറിയൽ. ബാക്കി വരുന്നത് എന്താ? കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ എന്ന് വരും. കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ വിൽ ബി ഇ റേസ് ടു ഐ തീറ്റ. അതേപോലെ തന്നെ സെക്കൻഡ് ടേം എന്താ? സി റേസ് ടു 3 കോമൺ ആണ്. സി റേസ് ടു 3 ബൈ 3 ഫാക്ടോറിയൽ ഈസ് കോമൺ. സോ സി റേസ് ടു 3 ബൈ 3 ഫാക്ടോറിയൽ. ബാക്കി ബ്രാക്കറ്റിൻ്റെ അകത്ത് വരുന്ന കോസ് 3 തീറ്റ പ്ലസ് ഐ സൈൻ 3 തീറ്റ എന്ന് വരും. കോസ് 3 തീറ്റ പ്ലസ് ഐ സൈൻ 3 തീറ്റ എന്താണ്? ഇ റേസ് ടു ഐ 3 തീറ്റ. സിമിലർലി സി റേസ് ടു 5 ബൈ 5 ഫാക്ടോറിയൽ കോമൺ ആണ്. ബ്രാക്കറ്റിൽ വരുന്നത് കോസ് 5 തീറ്റ പ്ലസ് ഐ സൈൻ 5 തീറ്റ, ദാറ്റ് ഈസ് ഇ റേസ് ടു ഐ 5 തീറ്റ പ്ലസ് എക്സെട്ര. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു, അപ്പം നമുക്കറിയാം സൈൻ ഹൈപ്പർബോളിക് ഫംഗ്ഷൻ ആണ് യൂസ് ചെയ്യുന്നത് ഇവിടെ. ഫോർ സൈൻ ഹൈപ്പർബോളിക് ഫംഗ്ഷൻ ആ ഫോർമുല എന്താണ്? സി ഇ റേസ് ടു ഐ തീറ്റ ബൈ 1 ഫാക്ടോറിയൽ സി ക്യൂബ് ഇ റേസ് ടു c e raised to I theta by 1 factorial. Here we are getting c e raised to I theta by 1 factorial plus c cube e raised to I 3 theta by 3 factorial plus etc. എല്ലാം ഒന്നും എഴുതുന്നില്ല ഞാൻ കാരണം. അപ്പോൾ ഇവിടെ എന്തായിരിക്കും വരുന്നത്? ഇതിന്റെ വാല്യൂ ഒന്ന് പറഞ്ഞേ. ഇവിടെ എക്സിന് പകരം കിടക്കുന്നത് എന്താണ്? Instead of x we are having c raised to I theta. അതേപോലെ x ക്യൂബിന് പകരം again c cube e raised to I theta by 3 factorial. So what is the value here? രണ്ടും sin of I theta എന്താണ്? ഹൈപ്പർബോളിക് സൈൻ ആൻഡ് സൈൻ ഫംഗ്ഷൻ തമ്മിലുള്ള ഒരു റിലേഷൻ ഉണ്ട്. What is sin I theta? അല്ല, സൈൻ റൈറ്റ്, സൈൻ I theta equal to I sin h theta, right? Sin I theta equal to I sin h theta. അപ്പോൾ ഇവിടുന്ന് sin h theta വാല്യൂ എന്താ? What is the value of sin h theta? Sin h theta equal to sin I theta by I. Okay, ഇത് എഴുതാൻ ഇത്ര ഡിഫിക്കൽട്ടി ഉണ്ടാകുന്നുണ്ട്. ഇത് I theta by I. So we know sin I theta. So now we can see 1 by I is equal to minus I. ഇനി ബാക്കിയല്ല, ഇനി ടേംസ് ഓപ്പൺ ചെയ്തിട്ട് റിയലി ഇമാജിനറി പാർട്ട് നമുക്ക് ഫൈൻഡ് ചെയ്യണം. അപ്പം മൈനസ് ഐ ആദ്യം നമുക്ക് ഈ അകത്ത് കിടക്കുന്നതെന്ന് ഓപ്പൺ ചെയ്യാം. ദറ്റ് ഈസ് സൈൻ ഓഫ് എ മൈനസ് ബിയുടെ ഫോം. വാട്ട് ഈസ് സൈൻ എ മൈനസ് ബി? ദ ഫോർമുല ഓഫ് സൈൻ എ മൈനസ് ബി.
എക്ക് പകരം ഇതും ബിക്ക് പകരം ഈ ഒരു ടേം കിടക്കുന്നത്. സൈൻ എ മൈനസ് ബി എന്ന് പറയുമ്പോൾ സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി. ഓക്കെ, ദിസ് ഇസ് സൈൻ എ മൈനസ് ബി. Now sine of I theta എന്ന് പറയുമ്പോൾ I into sin h theta ആണ്. So this is I into sin h theta. cos theta തന്നെ, അതേപോലെ തന്നെ cos I theta എന്ന് പറയുമ്പോൾ cos h theta എന്ന് വരും. sin theta എന്ന് പറയുമ്പോൾ sin c sin theta എന്ന് വരും. Now you are multiplying minus I ഉള്ളത് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ I into I minus 1 വരും. So minus 1 into minus 1 plus ആവും. So you get sin h c cos theta into minus 1 I കൊണ്ട് multiply ചെയ്യുമ്പോൾ you getting minus I into ഇതെല്ലാം കംപ്ലീറ്റ് അല്ലേ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പം I into I minus 1 minus 1 plus I. So sin h cos theta into cos c sin theta എന്ന് വരും. ഇനി ഇവിടെ നമ്മൾ മൈനസ് I കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് മൈനസ് പ്ലസ് പ്ലസ് I വരും. cos h c cos theta into sin c sin theta. ആൻഡ് ഇവിടെ നമുക്ക് റിയൽ ആണോ ഇമാജിനറി പാർട്ട് ആണോ ഫൈൻഡ് ചെയ്യണ്ടേ? ക്വസ്റ്റ്യനിൽ എന്താ കിടക്കുന്നത്? വി ഹാവ് ടു ഫൈൻഡ് സി ഓർ എസ്. സി ആണോ എസിന്റെ വാല്യൂ ആണോ നമുക്ക് ഫൈൻഡ് ചെയ്യണ്ടേ? വി ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് എസ്. അതായത് എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എസ് ഈസ് ദ ഇമാജിനറി പാർട്ട്. എസ് ഈസ് ദ ഇമാജിനറി പാർട്ട്. എസിന്റെ വാല്യൂ ആണ് നമുക്ക് ഫൈൻഡ് ചെയ്യണ്ടേ. അതുകൊണ്ട് എന്ത് ചെയ്യും? രണ്ട് സൈഡിലും എസ് ഇമാജിനറി പാർട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇക്വേറ്റിംഗ് ഇമാജിനറി പാർട്ട് ഓൺ ബോത്ത് സൈഡ്സ് വി ഗെറ്റ്. ഇവിടെ ഇമാജിനറി പാർട്ട് എന്താണ്? വാട്ട് ഈസ് ദ ഇമാജിനറി പാർട്ട് ഹിയർ? cos h cos c cos theta sin of c sin theta. അപ്പോൾ എസിന്റെ വാല്യൂ എന്ത് കിട്ടി? എസ് ഇസ് ഈക്വൽ ടു cos h cos theta sin c sin theta. സോ ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. ഈ ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനെയാണ് ചെയ്യുന്നത്. മെയിൻ ആയിട്ട് യു മസ്റ്റ് നോ ഓൾ ദ ഫോർമുലാസ് അറിയാമെങ്കിൽ നിങ്ങൾക്ക് വേഗം ചെയ്യാൻ പറ്റും.